ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ്. ഗായ്സ്, ഞാനിപ്പോൾ ചണ്ഡീഗഡ് എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ ഒരു സിറ്റിയിലാണുള്ളത്. പിന്നെ ഈ ചണ്ഡീഗഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം തെറ്റിദ്ധരിക്കുമായിരിക്കും ഇനി ഞാൻ ഛത്തീസ്ഗഡിലായിരിക്കുമെന്ന്. ഞാൻ ഛത്തീസ്ഗഡിലല്ല, ഞാനിപ്പോൾ ചണ്ഡീഗഡിലാണുള്ളത്. ഇപ്പം ഞാൻ ചണ്ഡീഗഡിൽ താമസിക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനാണ്. അപ്പം പുള്ളിക്കാരനിപ്പം 1 വർഷമായി ഇപ്പം ഇവിടെ പോസ്റ്റിംഗ് ആയിട്ടുള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ 1 വർഷമായിട്ട് ഇപ്പം ചണ്ഡീഗഡിൽ താമസിക്കുന്നത്. പുള്ളിക്കാരനൊരു 11 വർഷമായി ഇപ്പം സർവീസിൽ കയറിയിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ചിപ്പം ഒരു ക്വാർട്ടേഴ്സിൽ താമസിക്കും. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം വന്നു ചേർന്നത്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് വളരെയധികം ഹാപ്പിയിലാണ്. ഹസ്ബൻഡിനെ കുറിച്ച് എൻ്റെ ലൈഫിനെ കുറിച്ച് നമ്മൾ തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ പരിചയപ്പെടുത്താം. അപ്പം നമുക്ക് നമ്മുടെ ചണ്ഡീഗഡിനെ കുറിച്ച് പറഞ്ഞാലോ. അപ്പം നമ്മുടെ ചണ്ഡീഗഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹരിയാന സംസ്ഥാനത്തിൻ്റെയും പഞ്ചാബ് സംസ്ഥാനത്തിൻ്റെയും ഒരേ ഒരു ക്യാപിറ്റലാണ് നമ്മുടെ ചണ്ഡീഗഡ്. എവിടെ നോക്കിയാലും നല്ല വൃത്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഒരു ഡെവലപ്ഡ് ഒരു സിറ്റി ആയിട്ട് എനിക്ക് നമ്മുടെ ചണ്ഡീഗഡിൽ തോന്നാറുണ്ട്. അത് പറയാൻ കാരണം നമ്മുടെ ഇവിടുത്തെ ഓരോ റോഡുകളായാലും സെക്ടർ വൈസ് നോക്കിയാലും എല്ലാം നല്ല ഓരോരോ പാർക്കുകളുണ്ട്. അതുപോലെ നമുക്ക് ഓരോരോ എക്സസൈസ് ചെയ്യാനുള്ള ഓരോരോ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാക്കിംഗ് ഏരിയ ഉണ്ട്. മനോഹരമായ കുറേ വീടുകളുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്പന്നർ താമസിക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് ചണ്ഡീഗഡിനെ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടൊക്കെ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ കുറേ ലക്ഷറി വണ്ടികളൊക്കെ കാണാറുണ്ട്. അതായത് നമ്മുടെ BMW, അതായത് ബെൻസ്, അങ്ങനെയുള്ള കുറേ ലക്ഷറി വാഹനങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെ നോക്കിയാലും ലക്ഷറി വീടുകൾ കാണാറുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പം നമുക്കിപ്പം വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പം ഭയങ്കര തണുപ്പാണ്. ഇപ്പം നമുക്കിവിടെ ഒരു 10 ഡിഗ്രി വരെയൊക്കെ തണുപ്പ് പോകാറുണ്ട്. നമുക്കൊരു മാർച്ച് വരെയൊക്കെയാണ് നമുക്കിവിടെ ഇപ്പം വിൻ്റർ സീസൺ ഉള്ളത്. മാർച്ച് കഴിയുമ്പോൾ നമുക്ക് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കിവിടെ ചൂട് സ്റ്റാർട്ട് ചെയ്യും. ചൂടെന്ന് വെച്ചാൽ നോർമൽ ടെമ്പറേച്ചറാണ്. പിന്നെ വീണ്ടും നമുക്ക് നവംബർ ആകുമ്പോൾ വീണ്ടും നമുക്ക് വിൻ്റർ സീസൺ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഇവിടെ ചണ്ഡീഗഡിൽ കാണാൻ വേണ്ടി നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതായത് നമുക്ക് റോസ് ഗാർഡൻ, റോക്ക് ഗാർഡൻ, അതുപോലെ തന്നെ സുക്ന ലേക്ക്, പിന്നെ നമ്മളുടെ മലയാളികളുടെ എല്ലാം ഡ്രീം പ്ലേസ് ആയ നമ്മുടെ മണാലി. ഇവിടുന്ന് വെറും 300 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗൈസ്. താമസിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള താമസിക്കാൻ ഇച്ചിരി കോസ്റ്റ്ലിയാണ്. പിന്നെ നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് താമസിക്കാൻ വേണ്ടിയുള്ള കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതായത് ഒത്തിരി നമുക്ക് പച്ചക്കറികളായാലും വസ്ത്രങ്ങളായാലും അതൊക്കെ വാങ്ങാനൊക്കെ നമുക്ക് കുറച്ച് നല്ല ചെറിയ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. വില കുറച്ചൊക്കെ കിട്ടുന്ന മാർക്കറ്റുകളൊക്കെ ഉണ്ട്. പിന്നെന്ന് പറയുന്നത് ഞങ്ങളിപ്പം താമസിക്കുന്ന ഒരു കണ്ടോൺമെന്റ് ഏരിയയിലാണ്. പിന്നെ എനിക്ക് ഇവിടെ ഫ്രണ്ട്സായിട്ട് കുറേ മലയാളീസുകളുണ്ട്. എനിക്ക് പക്ഷേ ഇവിടെ വന്ന ടൈമിലൊക്കെയാണ് എനിക്കിവിടെ അങ്ങനെ മലയാളീസിനൊന്നും കിട്ടിയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഇതുപോലെ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പം അപ്പം ഉച്ചവരൊക്കെയല്ലേ നമുക്ക് ജോലിയൊക്കെ കാണത്തുള്ളൂ വീട്ടിൽ. അപ്പം അത് കഴിയുമ്പോൾ എനിക്കിവിടെ ബോറടിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് ഹിന്ദിയും അറിയത്തില്ലല്ലോ, അപ്പം ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കുമെന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് വെച്ച് ഓരോ മലയാളീസിനെ പരിചയപ്പെടുമ്പോൾ എനിക്ക് ഒത്തിരി ഇവിടെ മലയാളീസുമായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്താം. നമ്മുടെ ചണ്ഡീഗഡിലെ വിശേഷങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നമ്മളിനി തുടർന്നുള്ള വീഡിയോസിൽ ഞാൻ ചണ്ഡീഗഡിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കിടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ.